നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1015th day. Today 23rd sloka of Pradhamaskandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ഇന്ന് 1015ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം അഗ്നിസൃഷ്ടോ ദത്തശ്ച ഗരോദാരാശ്ച ദൂഷിതാഃ ഹൃദം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തൈരസുഭിക്രിയത്. ഓം തത്സത്. അഗ്നി നിസൃഷ്ടോ ദത്തശ്ച ഗരോദാരാശ്ച ദൂഷിതാ ഹൃദം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തൈരസുഭിക്രിയത്. ഓം തത്സത്. പദം വിരിക്കേണ്ടത് അഗ്നി നിസൃഷ്ട ദത്ത ച ഗരം ധാര ച ദൂഷിത ഹൃദം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തൈ അസുഭിക്രിയത്. അതായത് അഗ്നി നിസൃഷ്ട തീ വയ്ക്കപ്പെട്ടു. ഗര ച ദത്ത വിഷവും ദാനം ചെയ്യപ്പെട്ടു. യേഷാം യാതൊരുത്തരുടെ ദൂഷിത ദൂഷിത എന്ന് പറഞ്ഞാൽ ദുഷിപ്പിക്കപ്പെട്ടു. ഭാര്യ ദൂഷിത ച ഭാര്യയെയും ദുഷിപ്പിക്കപ്പെടുകയും ചെയ്തു. ക്ഷേത്രം ധനം ഹൃദം ഭൂമിയും ധനവും അപഹരിക്കപ്പെട്ടു. തദ്ദത്തെ അവരാൽ നൽകപ്പെടുന്ന അസുഭി കിയത് പ്രാണങ്ങൾ കൊണ്ട് എന്ത് ഫലം. അതായത് ദുര്യോധനൻ പാണ്ഡവാദികളെ അരക്കിലത്തിൽ വെച്ച് തീ വച്ചു. പിന്നീട് അവർക്ക് വിഷം നൽകി. അവരുടെ ഭാര്യയായിട്ടുള്ള പാഞ്ചാലിയെ സഭയിൽ വെച്ച് ദുഷിപ്പിച്ചു. വസ്ത്രാക്ഷേപം ചെയ്ത് ഉപദ്രവിച്ചു, ദുഷിപ്പിച്ചു. അങ്ങനെ അവരുടെ ധനം ഭൂമി എല്ലാം അപഹരിച്ചു. അവർക്ക് ഒരു ഇഞ്ച് സ്ഥലം പോലും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഈ കുരുക്ഷേത്രത്തിലെ ഈ യുദ്ധം വേണ്ടി വന്നത്. അങ്ങനെ അവരെ ഉപദ്രവിച്ച് അതിലൊക്കെ സാക്ഷിയായിട്ട് മൂകസാക്ഷിയായിട്ട് മൗനസമ്മതം നൽകിയതാണ് ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രർ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിൽ നിന്നെല്ലാം തൻ്റെ മക്കളെ പിന്തിരിപ്പിക്കാമായിരുന്നു. പുത്രസ്നേഹത്താൽ അന്ധനായിരുന്ന ധൃതരാഷ്ട്രർ. ബാഹ്യ അന്ധവുമില്ല കണ്ണുമില്ലാത്ത ആളാണ് ധൃതരാഷ്ട്രർ എന്ന് പറയും. പുത്രസ്നേഹത്താൽ അന്ധനായ അദ്ദേഹം പുത്രന്മാർ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിന്നു. അപ്പോൾ അദ്ദേഹവും അത് ചെയ്തതിന് തുല്യമാണ്. അതുകൊണ്ടാണ് വിദുരർ പറയുന്നത്, അവിടുന്ന് എല്ലാവർക്കും ആരുടെ വീട്ടിൽ തീ വെച്ചുവോ, ആരെ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചുവോ, ആരുടെ ഭാര്യയെ വസ്ത്രാപഹരണം ചെയ്ത് ദുഷിപ്പിച്ചുവോ, ആരുടെ ധനധാന്യാദികളെ മുഴുവൻ അപഹരിച്ചുവോ, അങ്ങനെയുള്ള അവർ തരുന്ന ഭക്ഷണം കഴിച്ച് പ്രാണനെ നിലനിർത്തേണ്ടത് ആവശ്യമാണോ? അതായത് ശത്രുക്കളുടെ അന്നം ഭുജിക്കരുത്, അവരെ ഭുജിപ്പിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇഹത്തിലും പരത്തിലും ഗുണമില്ല എന്നൊക്കെ സ്മൃതികളിലുണ്ട്. അതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം തന്നെ ഉപദ്രവിച്ചവരുടെ കൈകൊണ്ട് ലഭിക്കുന്ന ഭക്ഷണമാണ് അദ്ദേഹം കഴിച്ച് ജീവൻ നിലനിർത്തുന്നത്. അങ്ങനെയുള്ള ആ ഭക്ഷണം കഴിച്ച് നിനക്ക് ജീവിക്കാൻ ഉള്ള ആശ ഇത്രയധികമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തൻ്റെ സഹോദരനായിട്ടുള്ള ധൃതരാഷ്ട്രരെ ഈ ലൗകിക ജീവിതത്തിൽ വിരക്തി വരുവാൻ വേണ്ടി അദ്ദേഹം പ്രേരിപ്പിക്കുകയാണ്. അദ്ദേഹം ആ ധൃതരാഷ്ട്ര
കാലത്ത് ചെയ്തത് മുന്നേ ചെയ്ത എല്ലാ ദുഷ്ടത്തരങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. അങ്ങനെ ഉപദ്രവിച്ച അവരാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. അപ്രകാരം ഉപദ്രവിക്കപ്പെട്ട അവരുടെ സംരക്ഷണത്തിൽ ജീവൻ നിലനിർത്തുന്നത് നിനക്ക് ആവശ്യമാണോ എന്ന് ചോദിക്കുകയാണ് ഇവിടെ. ശ്ലോകം ഒരിക്കൽ കൂടി. അഗ്നിർനിസൃഷ്ടോ ദത്തശ്ച ഗരോദാരാശ്ച ദൂഷിതാഃ ഹൃദം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തൈരസുഭിക്കിയത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.